ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അരുണൻ മാളു ട്രാവൽ ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളോട് പല ആൾക്കാരും മെസ്സേജ് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, പേരൻസിനെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ നമുക്കത് മുമ്പ് അറിയത്തില്ലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഞങ്ങളുടെ പേരൻസിനെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് VFSൽ സബ്മിറ്റ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ പേരൻസ് വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഷെങ്കൻ വിസിറ്റ് വിസയാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഫസ്റ്റ് അപ്പോയിൻമെന്റ് ഡേറ്റ് ആണ് എടുക്കേണ്ടത്. ഡേറ്റ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ വരും. അത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ എൻട്രൻസിൽ കൊടുക്കേണ്ട ഡോക്യുമെന്റ്. പിന്നെ നമ്മൾ കൊടുക്കേണ്ട മറ്റ് ഡോക്യുമെന്റ്സ് ഈ പേരൻസിന്റെ ഒറിജിനൽ പാസ്പോർട്ട്, ആപ്ലിക്കേഷൻ ആൻഡ് ഡിക്ലറേഷൻ ഫോംസ്. അത് നമുക്ക് ജർമ്മൻ എംബസിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് കൂടാതെയുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പേഴ്സണൽ കവറിംഗ് ലെറ്റർ, ഇൻവിറ്റേഷൻ ലെറ്റർ, പിന്നെ നമ്മൾ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്ത ഞാനാണെങ്കിൽ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഞാനും എൻ്റെ വൈഫിൻ്റെയും പേര് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് റെസിഡൻസ്. സർട്ടിഫിക്കറ്റ് ഓഫ് റെസിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ സിറ്റിയിൽ അൺമെൽഡൻ ചെയ്ത ആ ഒരു പേപ്പറാണ്, സിറ്റി രജിസ്ട്രേഷൻ. പിന്നെ അതല്ലാതെ നമ്മുടെ റെസിഡൻസ് പെർമിറ്റ്, ഔഫന്തൽസെറ്റ്. പിന്നെ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ ജോബിന്റെ കോൺട്രാക്ട് ലെറ്റർ, ലാസ്റ്റ് 3 months സാലറി സ്ലിപ്പ്, ഇപ്പൊ എന്റെയും എൻ്റെ വൈഫിന്റെയും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബാങ്കിന്റെ ലാസ്റ്റ് 3 months സ്റ്റേറ്റ്മെന്റ്. പിന്നെ NOC എന്ന് പറയുന്നൊരു ഫോം. അത് നമ്മൾ ഏത് സിറ്റിയിലാണോ താമസിക്കുന്നത്, ഇപ്പൊ ഞാൻ ക്രെഫേലിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൗസ് ലാൻഡർ എവിടെ പോയിട്ട് നമ്മളത് അപ്ലൈ ചെയ്യണം. അവര് നമുക്കൊരു മെയിൽ അയക്കും. ആ മെയിലിൽ പറയുന്ന ഡേറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മുടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും, നമ്മുടെ സാലറി സ്ലിപ്പും നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അവർ തീരുമാനിക്കും ഈ NOC ഫോം നമുക്ക് തരണോ വേണ്ടതെന്ന്. അപ്പോൾ അവർ എഗ്രി ചെയ്ത് NOC ഫോം തരികയാണെങ്കിൽ നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാം. NOC ഫോം അവരിപ്പോൾ തരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ NOC ഫോം ഒറിജിനൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഈ ഒറിജിനൽ തന്നെ എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തിച്ചു കൊടുക്കണം. അതിന്റെ കോപ്പി കൊടുത്താൽ പോരാ, ഒറിജിനലാണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിന്റെ ആ ഒരു കോൺട്രാക്ട് ലെറ്റർ, അത് നമ്മൾ മെയിനായിട്ട് കാണിക്കണം. പിന്നെ ഈ പോകുന്ന ആളിന്റെ 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ടിക്കറ്റ്, ഇൻഷുറൻസ്. ഈ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. പക്ഷെ ഇതിനോടൊപ്പം നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് ഇവരുടെ ഈ വരുന്ന പേരൻസിന്റെ ലാസ്റ്റ് 3 months സാലറി സ്ലിപ്പും, പിന്നെ അവർക്ക് നാട്ടിൽ എന്തെങ്കിലും വസ്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ആധാരവും അല്ലെങ്കിൽ കരമടച്ച രസീതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അതൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ്. കാരണം ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം, ഞാൻ ഈ എൻ്റെ പേരൻസിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഈ അവരുടെ വസ്തുവിന്റെ ആധാരമോ കാര്യങ്ങളോ ഒന്നും വച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാനിത് ഈ ഇവരുടെ പറയുന്ന ഈ എംബസിയുടെ വെബ്സൈറ്റിൽ പറയുന്ന ആ ഒരു ഡീറ്റെയിൽ, അതിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഫോം. അതിൽ പറയുന്ന അനുസരിച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്യും. പക്ഷെ അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ പേരൻസിന്റെ എന്തെങ്കിലും ഫിനാൻഷ്യൽ കാണിച്ചിട്ടുള്ള ഇത് ഡോക്യുമെന്റ്സ്, അല്ലെങ്കിൽ അവർക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, അതായത് നമ്മുടെ വീടോ വസ്തു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു. അത് നമ്മൾ ഇന്ന ഡേറ്റിനകം സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റിനുള്ളിൽ നമ്മൾ അത്രയും ഡോക്യുമെന്റ്സ് വീണ്ടും സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ദിവസം കൊണ്ട് തന്നെ വിസ കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ച മറ്റൊരു ഡോക്യുമെന്റ് ആണ്, ഇപ്പോൾ പേരൻസിനും എന്നെയോ അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ കൂടാതെ വേറെ മക്കളുണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വീണ്ടും സെൻഡ് ചെയ്ത് കൊടുത്തത്. ഇത് കൊടുത്തതിന് ശേഷം ഒരു 2 ദിവസം കൊണ്ട് തന്നെ വിസ കിട്ടി. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്തില്ല എന്ന കാരണത്താൽ അവർ അത് ക്യാൻസൽ ചെയ്ത് നമുക്ക് ബാക്കി ഡോക്യുമെന്റ്സ് തിരിച്ചയച്ചു തരുന്നു മെയിലിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. ഇപ്പോൾ വിസ കിട്ടി. മുമ്പൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് 3 months നമ്മൾ അപ്ലൈ ചെയ്ത ആ 3 months പീരീഡ് മാത്രമേ വിസ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ എൻ്റെ പേരൻസിന് 1 year വിസ കിട്ടി. ഞാനിപ്പോൾ അറിഞ്ഞത് ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഫസ്റ്റ് വരുമ്പോൾ 1 year, പിന്നെ അടുത്ത വർഷം വരുമ്പോൾ 2 year, പിന്നെ അതിനുശേഷം അപ്ലൈ ചെയ്യുമ്പോൾ 5 വർഷത്തേക്ക് വിസ കിട്ടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും അവർക്ക് 3 മാസത്തിൽ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല, അതുകൂടി ശ്രദ്ധിക്കണം. ഞങ്ങളിപ്പോൾ ഈ NOC സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ ക്രെഫേലിലെ ഞങ്ങളുടെ ഓഫീസർ പറഞ്ഞത്
90 ഡേയ്സ് ആണ് നിങ്ങളുടെ പേരൻസിനുള്ള വിസ. നിങ്ങളൊരു 84 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ തിരിച്ചു വിടാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇൻ കേസ് ജർമ്മനിയിൽ ചില സമയത്ത് സ്ട്രൈക്കുകളും അങ്ങനെയുള്ള കാരണങ്ങളാൽ ഇൻ കേസ് 90 ഡേയ്സിൽ കൂടുതൽ നിൽക്കേണ്ടി വന്നാൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യും, ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ വിസ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 85 ഡേയ്സ് കൊണ്ട് തിരിച്ചു പോകുന്ന രീതിയിൽ വേണം വിസ ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതുമയുള്ള വീഡിയോസുമായി ഇനിയും കാണാം. ടേക്ക് കെയർ.